ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുക്ക് വിത്ത് സ്തുതി. അപ്പോൾ ഇന്ന് പുട്ടുപൊടി വെച്ചിട്ട് നമുക്കൊരു അടിപൊളി പൊരിച്ച പത്തിരി തയ്യാറാക്കാം. എണ്ണയൊന്നും കുടിക്കാത്ത നല്ല അടിപൊളി പത്തിരിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബൗൾ വെച്ചു. ബൗളിലേക്ക് ഞാൻ 1 കപ്പോളം ഉള്ള പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് അജ്മിയുടെ പുട്ടുപൊടിയാണ്. അതിനുശേഷം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 1/4 കപ്പോളം ഉള്ള മൈദ, അതിനുശേഷം ഒരു 1/4 കപ്പോളം തന്നെ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം ഞാൻ മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. ജാറിലേക്ക് 1/2 കപ്പോളം ഉള്ള ഫ്രഷ് നാളികേരം ചിരകിയതാണ്, അത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഞാനൊരു 7-8 ചെറിയുള്ളി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു വെളുത്തുള്ളിയും അതേപോലെ തന്നെ ഒരു പച്ചമുളക് ഇതേപോലെ രണ്ടായിട്ടൊന്ന് മുറിച്ചിട്ടതും, ഒരേ ഒരു വെളുത്തുള്ളിയെ ചേർക്കാവേ, ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം. അതിനുശേഷം ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂണോളം ഉള്ള നമ്മുടെ ചെറിയ ജീരകമില്ലേ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഒരു പിടി കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം. ഇതേ കണ്ടോ, ഇവിടെ ഞാൻ നല്ല രീതിയിലൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ ഒന്ന് ആകാവൂ, ഒരുപാടൊന്ന് അരഞ്ഞു പോകരുതേ. ഇനി നമുക്കിത് സൈഡിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം ഞാൻ അടുപ്പിലൊരു പാൻ വെച്ചു. പാനിലേക്ക് ഞാനൊരു 2.25 കപ്പോളം ഉള്ള വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂണോളം ഉള്ള നെയ്യും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് മാവിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തിളച്ച് വരാൻ തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യമേ തന്നെ തയ്യാറാക്കി വെച്ചിരുന്നില്ലേ ആ ഒരു കോക്കനട്ടിൻ്റെ മിക്സ്, അത് നമുക്കിതിലേക്ക് മൊത്തം ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നല്ല രീതിയിലൊന്ന് തിളച്ച് വരുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നല്ല രീതിയിലൊന്ന് തിളച്ച് വന്നു കഴിയുമ്പോൾ നമ്മളുടെ ആദ്യമേ തന്നെ പുട്ടുപൊടിയും മൈദയും അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരുന്നില്ലേ, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അന്നേരം തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു മാവും വെള്ളവും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടോ, ഇവിടെ ഞാൻ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. റെഡിയാക്കി എടുക്കണേ. കണ്ടോ, ഇതേപോലെ ഞാനൊന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല ചൂടായതുകൊണ്ട് ഒരു 10 മിനിറ്റ് നമുക്കിനി ഇതൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെക്കുന്നതിന് ശേഷമാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പം കണ്ടോ, ഞാൻ ഇതേപോലെ ഒരു തടിയുടെ മേളിലേക്ക് മാറ്റിയിട്ടുണ്ട്. എവിടെയാണോ നിങ്ങൾക്ക് കുഴയ്ക്കാൻ എളുപ്പമായിട്ടുള്ള അവിടേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല കൈ പിടിക്കാനുള്ള ചൂടുണ്ട്. ഇനി നമുക്കിത് നല്ല രീതിയിൽ പ്രസ് ചെയ്ത് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ചൂടാണെങ്കിൽ ഇടയ്ക്ക് കയ്യിൽ തണുത്ത വെള്ളം ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇവിടെ കണ്ടോ, നല്ല രീതിയിൽ നല്ല സോഫ്റ്റായിട്ട് നല്ല രീതിയിൽ ഞാനൊന്ന് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് നമുക്ക് വേണമെങ്കിൽ കുറച്ച് എണ്ണ കയ്യിലൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം വീണ്ടും നല്ല രീതിയിൽ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ കണ്ടോ, നല്ല രീതിയിൽ കുഴച്ച് സോഫ്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് ഒരു ബോൾ എടുത്തതിന് ശേഷം ബാക്കി വന്ന ഈ ഒരു മാവില്ലേ, ബോൾ എടുത്തതിൻ്റെ ബാക്കി വന്ന ഈ ഒരു മാവ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി അടച്ചു വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് തുറന്ന് വെച്ചാൽ ഡ്രൈ ആയി പോവുക. അതുകൊണ്ടാണ് നമുക്ക് അടച്ച് മാറ്റി വെക്കുക. അതിനുശേഷം ആ ഒരു ബൗള് ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് വെച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക്കിലേക്ക് നല്ല രീതിയിൽ ഞാനൊന്ന് എണ്ണ തൂത്ത് കൊടുത്തതിന് ശേഷം ആ ഒരു ബോൾ വെച്ച് കൈ വെച്ച് ജസ്റ്റ് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സൈഡ് ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം ഏതെങ്കിലും ഒരു പാത്രം വെച്ച് നല്ല രീതിയിൽ ഞാൻ ചെയ്യുന്ന പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അതായത് ഇതേപോലെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഇനി ഇതിൻ്റെ ആ ഒരു കവർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിങ്ങനെ എടുത്ത് നോക്കിയാൽ കണ്ടോ, ഇതേപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അത്യാവശ്യം ഈ ഒരു കട്ടിയോട് കൂടി തന്നെ നമുക്ക് ഈ ഒരു പത്തിരി റെഡിയാക്കി എടുക്കണേ. കട്ടി ഒരുപാട് കുറഞ്ഞു പോകരുത്. കട്ടി ഒരുപാട് കുറഞ്ഞു പോയാൽ നമ്മളുടെ പത്തിരി റെഡിയാവത്തില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു കട്ടിയിൽ നല്ല രീതിയിലൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ ബാക്കിയിരിക്കുന്ന എല്ലാം റെഡിയാക്കി എടുക്കണം. അതിനുശേഷം ഞാൻ അടുപ്പിൽ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എണ്ണ നല്ല രീതിയിൽ ചൂടായി കിടക്കുക. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഈ ഒരു ആദ്യത്തെ പത്തിരി ഇട്ട് കൊടുക്കാം. പത്തിരി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ഹൈ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ ഇതേപോലെ ബബിൾസൊക്കെ വരും. അതിനുശേഷം തനിയേ ഇതൊന്ന് റെഡിയായി പൊന്തി മേലോട്ട് മേലോട്ട് വന്നതിന് ശേഷം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഇത് നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആകുന്നിടം വരെ നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ പത്തിരി കണ്ടോ, നല്ല രീതിയിൽ 2 സൈഡും ഞാനൊന്ന് ഇതേപോലെ ഒന്ന് പ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഇത് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ പത്തിരി എണ്ണയിൽ നിന്ന് ഞാൻ കോരി മാറ്റിയിട്ടുണ്ട്. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് എണ്ണയൊന്നും കുടിക്കാത്ത നല്ല പ്ലഫി ആൻഡ് അടിപൊളി പത്തിരിയാണ്. നമ്മളുടെ വെറുതെ ചായയുടെ കൂടെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. നോൺ വെജിൻ്റെ കൂടെ വെജിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു
അടിപൊളി പത്തിരിയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക, ഫീഡ്ബാക്ക് തരിക. അപ്പോൾ ഇതേപോലെ ഒരു പുതുപുത്തൻ റെസിപ്പിയിലൂടെ കാണുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ.